പ്രൈസ് ഓഫ് ഗോൾഡ് പണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഡോളറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറൗണ്ട് 3500 to 4000 ആയിരുന്നു. പണ്ട് ചിലപ്പോൾ ഒരു ഗോൾഡ് ലോൺ എടുക്കണമെങ്കിൽ വളരെ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോവുക, ആരും പുറത്തറിയാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കുക. അതൊക്കെ ഇപ്പോൾ മാറി. നമ്മുടെ കയ്യിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എന്തായാലും ലോൺ എടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ബെസ്റ്റ് പ്രാക്ടീസ്. എത്ര ലോൺ അവർക്ക് കിട്ടാൻ പറ്റും, എങ്ങനെ അവർക്ക് റീപേ ചെയ്യണം, ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ ഡീറ്റെയിൽസ് മുഴുവൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത ഒരു ഈവൻ ഇൻക്ലൂഡിങ് ഓപ്ഷൻ കൃഷിക്കാരന് ഇല്ലെങ്കിൽ ഒരു ചെറുകിട ബിസിനസ്സുകാരന് അവർക്കൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ റെഗുലർ ക്യാഷ് ഫ്ലോ ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്കൊരു പേഴ്സണൽ ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പുള്ളിക്ക് ഫുൾ പ്രിൻസിപ്പിൾ അടയ്ക്കേണ്ട കാര്യമില്ല, ഇൻട്രസ്റ്റ് അടച്ച് തീർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്ത് ഒരു ഫ്രഷ് ലോണായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ക്യാഷ് ഫ്ലോസ് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഏത് തരത്തിൽ ലോൺ വേണോ എന്ന് തീരുമാനിക്കാൻ. ഇൻകം ജനറേറ്റിംഗ് ലോൺ എന്ന് പറഞ്ഞ് പുതിയൊരു ലോൺ ഓപ്പർച്യൂണിറ്റിയും RBI കൊണ്ടുവന്നുണ്ട്. അവിടെ LTV ക്യാപ്പില്ല, അതാണ് വ്യത്യാസം. നമുക്ക് ബാങ്കിന് റിസ്ക് അപ്പറ്റൈറ്റ് ഉണ്ടെങ്കിൽ 90-100% വരെ വേണമെങ്കിൽ നമുക്ക് ഗോൾഡിന് അഗൻസ്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു കസ്റ്റമറിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ OD പ്രോഡക്റ്റ് ഉണ്ട്. ഈ OD പ്രോഡക്റ്റിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് പിന്നെ ബ്രാഞ്ചിലേക്ക് വരണ്ട ക്യാഷ് എടുക്കാൻ. 90% ആണ് ഫസ്റ്റ് ഓപ്ഷൻ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് തോന്നുന്നത് അടുത്തൊരു 5-8 കൊല്ലത്തേക്ക് ഗോൾഡ് ലോണിന് ഫിസിക്കൽ ഗോൾഡിനോട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും സ്റ്റോക്ക് ഓഫ് ഗോൾഡ് നമ്മുടെ ഒരു കൺട്രി നോക്കിയാൽ തന്നെ അത്രയും സ്റ്റോക്ക് ഓഫ് ഗോൾഡ് അവൈലബിൾ ആണ്. പാരലായിട്ട് ആൾക്കാർ ഇപ്പോൾ ഓപ്ഷൻസ് ലൈക്ക് ETF ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. AI തന്നെ പലപ്പോഴും ഈ ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഗോൾഡ് ഓർണമെൻറ്റ്സ് എല്ലാവർക്കും അറിയാം, ഗോൾഡ് ഓർണമെൻറ്റ്സ് പറ്റും. പിന്നെ അടുത്ത വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് യൂട്ടൻസിൽസ്. ഫോർ എക്സാമ്പിൾ വാച്ച്, പലർക്കും ഉണ്ട് ഈ ഗോൾഡ് കൊണ്ടുള്ള വാച്ചുകളൊക്കെ ഉണ്ട്. പക്ഷേ എടുക്കാൻ പറ്റാത്തൊരു സാധനമുള്ളത് ബുള്ളിയൻ. നമ്മുടെ വലിയ ബാറുകൾ നമുക്ക് ലോൺ അതിൻ്റെ അഗൻസ്റ്റായിട്ട് ലോൺ ബാങ്കിന് കൊടുക്കാൻ പറ്റില്ല. കോയിൻസ് കൊടുക്കാം. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആരും അതിൽ ഒരു വെഞ്ചർ ചെയ്യാത്തത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്വർണത്തിൻ്റെ വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കയ്യിലുള്ള സ്വർണം വിൽക്കണോ, വിറ്റ് നേട്ടമെടുക്കണോ, അതോ പണയം വെച്ച് നേട്ടമെടുക്കണോ എന്ന ആശങ്കയിലാണ് പലരും. സ്വർണത്തിൻ്റെ വില ഈ ഉയർന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ റിസർവ് ബാങ്ക് നിക്ഷേപകർക്ക് അല്ലെങ്കിൽ സ്വർണം പണയം വെക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർണ്ണ വായ്പയിലെ ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റും ഫിനാൻസ്, അഗ്രി, ലോൺ ഈ മേഖലകളിലെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റുമായ ചിത്രഭാനു KG ആണ്. അദ്ദേഹത്തോട് നമുക്ക് സ്വർണ്ണ വായ്പയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സർ. നമസ്കാരം. സ്വർണ്ണ വായ്പ കഴിഞ്ഞ ഒരു വർഷത്തിനകം ഇരട്ടിയിലേറെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. പണ്ട് കാലത്ത് സ്വർണം പണയം വയ്ക്കുക എന്ന് പറയുന്നത് ഒരു നിവൃത്തികേടിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഘടകമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വർണം വയ്ക്കുക എന്ന് പറയുന്നത് നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് പലരും കരുതുന്നത്. കാര്യം സ്വർണം വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വർണം വിറ്റ് ഇനി അതിൻ്റെ ഭാവിയിലുള്ള വിലയുടെ മുതലെടുപ്പ് നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും നല്ലത് സ്വർണം പണയം വയ്ക്കുന്നതാണ്. ഈ രംഗത്ത് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ RBI കൊണ്ടുവന്നിട്ടുള്ള പുതിയ തീരുമാനങ്ങളെക്കുറിച്ച് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സാർ അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, താങ്ക് യു സുജ. ആദ്യം തന്നെ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിനും നിങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഹൃദ്യമായ ഒരു സ്വർണം പോലെ ഒരു തിളക്കമായ ഒരു 2026 ആദ്യം തന്നെ വിഷ് ചെയ്യട്ടെ. ഈ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രൈസ് ഓഫ് ഗോൾഡ് പണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഡോളറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറൗണ്ട് 3500 to 4000 ആയിരുന്നു. ഇനി എക്സ്പെക്റ്റ് ചെയ്യണത് 5000-ൻ്റെ മീതെ പോകുമെന്നാണ് തോന്നുന്നത്. അതാണ് ഒരു ഓവറോൾ മാർക്കറ്റിലൊരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഗോൾഡ് ലോൺ എടുക്കണോ അല്ലെങ്കിൽ വിൽക്കണോ എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും, എന്തായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് നേരത്തെ സുജ പറഞ്ഞ പോലെ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഗോൾഡ് ലോൺ എടുക്കുക എന്നുള്ളത് വളരെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു യങ്ങർ ജനറേഷൻ, നമ്മുടെ പോലത്തെ ഒരു ജനറേഷൻ വന്നേ പിന്നെ ലോൺ എടുത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ഓപ്ഷനായിട്ടാണ് കാണുന്നത്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ചിലപ്പോൾ ഒരു ഗോൾഡ് ലോൺ എടുക്കണമെങ്കിൽ വളരെ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോവുക, ആരും പുറത്തറിയാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കുക. അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ ആൾക്കാർ മുത്തൂറ്റോ അല്ലെങ്കിൽ മണപ്പുറമോ ഇല്ലെങ്കിൽ അങ്ങനത്തെ NBFCസും ബാങ്ക്സും പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് വന്ന് ലോൺസ് എടുക്കുക എന്നത് വളരെ ഒരു കോമൺ ആയിട്ടുള്ള പ്രാക്ടീസായി മാറി. ഇപ്പോൾ റേറ്റ് കൂടിയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ ലോൺ എടുക്കണോ അല്ലെങ്കിൽ നമുക്ക് വിൽക്കണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഒരു ആവശ്യം കണ്ടുകൊണ്ട് വേണം വെതർ ഒരു ലോൺ എടുക്കണോ അല്ലെങ്കിൽ വിൽക്കണോ എന്ന് നോക്കണം. നമ്മുടെ കയ്യിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എന്തായാലും ലോൺ എടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ബെസ്റ്റ് പ്രാക്ടീസ്. കാരണം ഈ സ്റ്റോക്ക് ഓഫ് ഗോൾഡ് എനിക്ക് തോന്നുന്നു ഓവർ എ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞൊരു 10 കൊല്ലം നോക്കുമ്പോൾ അടുത്ത 10 കൊല്ലത്തേക്കും പ്രൈസ് ഓഫ് ഗോൾഡ് കൂടും എന്ന് മാത്രമാണ് എൻ്റെ ഒരു ഓവറോൾ തോട്ട് പ്രോസസ്സ്. മാർക്കറ്റും അങ്ങനെയാണ് കാണുന്നത്. പ്രൈസ് ഓഫ് ഗോൾഡ് അങ്ങനെ കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ലോൺ എടുക്കുമ്പോൾ ആ ലോൺ റീപേ ചെയ്യാനും തിരിച്ച് ഗോൾഡ് സ്റ്റോക്ക് എടുക്കാനും എന്നുള്ള ഒരു ഓപ്ഷനാണ് എപ്പോഴും ബെസ്റ്റായിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. അതിനുവേണ്ടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പല ഗൈഡ് ലൈൻസും ഇപ്പോൾ കൊണ്ടുവന്നത്. ഒരു മാസ്റ്റർ ഗൈഡ് ലൈൻസ് കഴിഞ്ഞ കൊല്ലം ഇറക്കിയിട്ടുണ്ട്. അത് April 1 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഗൈഡ് ലൈൻസിൽ കസ്റ്റമേഴ്സിന് കുറേ ചോയ്സസും ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുകയാണ്. പല പ്രോഡക്റ്റ് പൊസിഷൻസ് നമുക്ക് പിന്നെ സംസാരിക്കാൻ വേണമെങ്കിൽ. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LTVയെ പറ്റി വളരെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, യൂണിഫോം ഗൈഡ് ലൈൻസ് അക്രോസ് NBFCസും ബാങ്ക്സും കൊണ്ടുവന്നുണ്ട്. അതുകൊണ്ട് ഒരു കസ്റ്റമറിന് അറിയാം കൃത്യമായിട്ട് എത്ര ലോൺ അവർക്ക് കിട്ടാൻ പറ്റും, എങ്ങനെ അവർക്ക് റീപേ ചെയ്യണം, ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഡീറ്റെയിൽസ് മുഴുവൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത ഒരു ഈവൻ ഇൻക്ലൂഡിങ് ഓപ്ഷൻ അറ്റ് ദ ടൈം ഓഫ് ഓപ്ഷൻ, അവസാനം ഓപ്ഷൻ ടൈമിൽ എങ്ങനെ ഓപ്ഷൻ ചെയ്യാൻ പറ്റും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞുകൊണ്ടാണ് ഈ പുതിയ ഗൈഡ് ലൈൻസ് വന്നേക്കുന്നത്. അതുകൊണ്ട് ട്രാൻസ്പെറൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. സാർ, എന്താണ് ഈ LTV? സ്വർണത്തിൻ്റെ വില കൂടുന്ന സമയത്ത് LTVക്ക് എന്താണ് പ്രസക്തിയുള്ളത്? LTV എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപയാണ് പ്രൈസ് ഓഫ് ഗോൾഡ് എങ്കിൽ നമുക്ക് എത്ര ലോൺ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി LTV എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് ഗോൾഡ് കൂടുമ്പോൾ ഈ 100 രൂപ എന്നുള്ള പ്രൈസ് 120 മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കസ്റ്റമറിന് കിട്ടാവുന്ന ലോൺ എമൗണ്ട് കൂടി വരികയാണ്. അതാണ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ എത്ര LTV കൊടുക്കാൻ പറ്റുന്ന RBI റെഗുലേറ്റഡ് ആണ്. നമുക്ക് 75% മീതെ ഇപ്പോൾ പോകാൻ പറ്റില്ല. ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുറച്ച് അഡീഷണൽ 85% വരെ സ്മോൾ ടിക്കറ്റ് ലെൻഡിങ്ങിന് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ചില ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് എത്ര LTV കൊടുക്കാൻ പറ്റും അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ എത്ര ലോൺ എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നത് എപ്പോഴും കൂടിയോണ്ട് വരും. കാരണം പ്രൈസ് ഓഫ് ഗോൾഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്ക്സിനും NBFCസിനാണെങ്കിലും കൂടുതൽ ലോൺ കൊടുക്കാൻ പറ്റും. സോ അതാണ് ബേസിക്കലി പെർ ഗ്രാം റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ പെർ ഗ്രാം റേറ്റിൻ്റെ എത്ര കൊടുക്കാൻ പറ്റുമോ അതാണ് ബേസിക്കലി ലോൺ എമൗണ്ട്. ഓക്കെ. പിന്നെ സാറേ, വേറൊരു കാര്യം, ഈ സ്വർണം പണയം വയ്ക്കുന്നത് ക്രെഡിറ്റ് സ്കോറിന് ഒരുപാട് നല്ലൊരു മാറ്റം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മളൊരു സാലറീഡ് എംപ്ലോയീസ്, നമ്മളെപ്പോലെ സാലറീഡ് എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ്. നമുക്കൊരു ഹൗസിംഗ് ലോൺ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ലോൺ എടുക്കാം. ഒരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു പേഴ്സണൽ ലോൺ എടുക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഈ സെമി അർബൻ റൂറൽ ലൊക്കേഷൻസിലൊക്കെ ഉള്ള ആൾക്കാർ, ഒരു കൃഷിക്കാരന് ഇല്ലെങ്കിൽ ഒരു ചെറുകിട ബിസിനസ്സുകാരന്, അവർക്കൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ റെഗുലർ ക്യാഷ് ഫ്ലോ ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്കൊരു പേഴ്സണൽ ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഗോൾഡ് ലോൺ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. അവർ ഗോൾഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, വലിയ ഡ്യൂ ഡെലിജൻസ് ഒന്നും ബാങ്ക്സിന് കണ്ടക്ട് ചെയ്യാതെ തന്നെ ഗോൾഡിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വെച്ചുകൊണ്ട് അവർക്ക് ഗോൾഡ് ലോൺ കൊടുക്കാൻ പറ്റും. ആ ലോൺ കറക്റ്റായിട്ട് അടവ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ സ്കോർ കൂടും. സബ്സിക്വൻ്റ്ലി അവർക്ക് വേറെ ലോൺസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് കറക്റ്റായിട്ട് അടവ് വന്നിട്ടുണ്ട് അടുത്ത് കഴിഞ്ഞ 2 കൊല്ലമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി ലോൺസ് കിട്ടാൻ, അഗ്രികൾച്ചർ ലോൺസ്, ഒരു അഗ്രികൾച്ചറൽ ഫാർമറിന് ഒരു അഗ്രികൾച്ചർ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കോർ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കണം. അപ്പോൾ ഗോൾഡ് ലോൺ വെച്ച് തുടങ്ങി പതുക്കെ ബാക്കി ഹയർ പ്രോഡക്ട്സിലേക്ക് പോകാൻ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗോൾഡ് ലോൺ. ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ് ബുള്ളറ്റ് ലോൺ എന്ന് പറയുന്നത്. എന്താണത്? അതുകൊണ്ടുള്ള ഒരു നേട്ടമല്ലേ ബുള്ളറ്റ് ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബുള്ളറ്റ് റീപേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ലോണിന് മാത്രം ലിമിറ്റഡ് അല്ല, ഒരു ബാങ്കിങ് പ്രോഡക്റ്റാണ്. ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റും ബാക്കി EMI പ്രോഡക്റ്റോ ഇല്ലെങ്കിൽ ബാക്കി പ്രോഡക്റ്റ്സ് വെച്ച് കഴിഞ്ഞാൽ, ബുള്ളറ്റ് നമ്മളൊരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും രണ്ടും അടച്ച് തീർക്കണം. പക്ഷേ RBI ഒരു ഗൈഡ് ലൈനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, നമുക്ക് 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു ബുള്ളറ്റ് ലോൺ കൊടുത്ത് പുള്ളി ഇൻട്രസ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ റിന്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു ലിക്വിഡിറ്റി കസ്റ്റമറിന് കിട്ടും. അപ്പോൾ ഈ ബുള്ളറ്റിൻ്റെ ബേസിക് അഡ്വാൻറ്റേജ്, അപ്പോൾ ഒരു ഫ്രഷ് ലോണായി മാറും ഇത്. പക്ഷേ പുള്ളിക്ക് ഫുൾ പ്രിൻസിപ്പിൾ അടയ്ക്കേണ്ട കാര്യമില്ല. ഇൻട്രസ്റ്റ് അടച്ച് തീർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്ത് ഒരു ഫ്രഷ് ലോണായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് 1 വർഷത്തെ കാലാവധി മാക്സിമം 1 വർഷം. അതെ, പിന്നെ ഒരു പുതുക്കി വെക്കാൻ പറ്റും. പുതുക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ ബുള്ളറ്റ് ലോൺ ആക്കാം, അല്ലെങ്കിൽ ഒരു EMI ലോൺ ആക്കാം, അല്ലെങ്കിൽ OD പ്രോഡക്ട്സ് ഉണ്ട്. അങ്ങനെ പല പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസിക്കലി. ഇത് അത്യാവശ്യം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ബുള്ളറ്റ് ലോൺ. ഈ ബുള്ളറ്റ് ലോൺ അല്ലാതെ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EMI ആയിട്ട് എടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു കസ്റ്റമറിന് തോന്നുകയാണെങ്കിൽ എല്ലാ മാസവും എനിക്ക് ഇത്രയും എമൗണ്ട് അടയ്ക്കാൻ പറ്റും, അങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ പുള്ളിക്ക് EMI, നോർമലി ഒരു കാർ ലോണിലോ ഒരു ഹൗസിംഗ് ലോണിലോ ഉള്ള ഒരു പ്രോഡക്റ്റാണ് EMI ലോൺസ്. ആ ലോൺ നമുക്ക് ഗോൾഡ് ലോണിന് ഉപയോഗിക്കാൻ പറ്റും.
അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലോങ്ങർ ടെന്യൂറായിട്ടുള്ള ഒരു സാധാരണ ഒരു ലോണായിട്ട് എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് മാത്രം ക്വാർട്ടർലി സർവീസ് ചെയ്യുക അല്ലെങ്കിൽ മന്ത്ലി സർവീസ് ചെയ്ത് ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടോ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ആ ലോൺ മൊത്തം ക്ലോസ് ചെയ്യുക. അതും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ലോൺസും അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ക്യാഷ് ഫ്ലോസ് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഏത് തരത്തിൽ ലോൺ വേണോ എന്ന് തീരുമാനിക്കാൻ. നമുക്ക് മൊത്തം എമൗണ്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് 1 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു പെട്ടെന്നൊരു ഫണ്ട് കിട്ടാനുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വേണമെങ്കിൽ ബുള്ളറ്റ് എടുക്കാം. ബുള്ളറ്റ് എടുക്കുകയാണെങ്കിലും എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല, എനിക്കൊരു ലോങ് ടേം ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ടേ ഞാൻ കാണുള്ളൂ എൻ്റെ ഒരു വലിയൊരു ക്യാഷ് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് സർവീസ് ചെയ്ത് പോവാം. എന്നിട്ട് 3rd ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ മിക്കവാറും വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നതായിരിക്കും. അതല്ലാതെ ബിസിനസ്സുകാർ അല്ലെങ്കിൽ MSME രംഗത്തുള്ളവരൊക്കെ ഗോൾഡ് ലോൺ വെക്കുന്ന ഒരു രീതിയുണ്ട്. അവർക്കും ഫേവറബിൾ ആയിട്ട് റിസർവ് ബാങ്ക് അടുത്ത കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയുന്നത്? ഇതുവരെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ലോണും ഒരു ബിസിനസ് ലോണും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പുതിയ മാസ്റ്റർ ഗൈഡ് ലൈൻസ്, നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഗൈഡ് ലൈൻസിൽ ഇൻകം ജനറേറ്റിംഗ് ലോൺ എന്ന് പറഞ്ഞ് പുതിയൊരു ലോൺ ഓപ്പർച്യൂണിറ്റിയും RBI കൊണ്ടുവന്നുണ്ട്. അവിടെ LTV ക്യാപ്പില്ല. അതാണ് വ്യത്യാസം. നമ്മുടെ നോർമൽ കൺസംഷൻ ലോണിലാണെങ്കിൽ 75%, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ ടിക്കറ്റ് ആണെങ്കിൽ 85% വരെ നമുക്ക് വേണമെങ്കിൽ LTV വെച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ മറ്റതിന് വേണ്ടി ബേസ്ഡ് അപ്പോൺ സം അസസ്മെൻറ്റ്, നമ്മളൊരു അസസ്മെൻറ്റ് ചെയ്തിട്ട് ഈ കസ്റ്റമറിന് ഇതിലും കൂടുതൽ ലോൺ കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഈവൻ 90% വരെ കൊടുക്കാം. നമുക്ക് ബാങ്കിന് റിസ്ക് അപ്പറ്റേറ്റ് ഉണ്ടെങ്കിൽ 90-100% വരെ വേണമെങ്കിൽ നമുക്ക് ഗോൾഡിന് അഗൻസ്റ്റ് കൊടുക്കാൻ പറ്റും. അത് ഓരോ ബാങ്കാണ് തീരുമാനിക്കുക എത്ര കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഈ 75%-നേക്കാളും കൂടുതൽ ആ വാല്യൂ ഓഫ് ഗോൾഡിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഇൻകം ജനറേറ്റിംഗ് ലോണിൽ മാത്രമേ ഉള്ളൂ. അത് ആരും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ബട്ട് ഞങ്ങളൊക്കെ ഒരു മേ ബി ഈ മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻകം ജനറേഷൻ ലോണിൽ നമുക്ക് ലോൺ എമൗണ്ട് കൂടുതൽ കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു കസ്റ്റമറിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവണം. ആ കസ്റ്റമറിൻ്റെ ക്യാഷ് ഫ്ലോ ഉണ്ടാവും. പുള്ളി ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പുള്ളിക്ക് റിട്ടേൺ കിട്ടും, ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് കൊടുക്കാം. ഇത് OD ആയിട്ട് കണക്ട് ചെയ്തൊക്കെ OD ആയിട്ട് കൊടുക്കാം. നമുക്ക് OD ആയിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ OD പ്രോഡക്റ്റ് ഉണ്ട്. ഈ OD പ്രോഡക്റ്റിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് പിന്നെ ബ്രാഞ്ചിലേക്ക് വരണ്ട ക്യാഷ് എടുക്കാൻ. പുള്ളിക്ക് കാശ് അടച്ച് നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ചെയ്യണ പോലെ തന്നെ എവിടെ വേണമെങ്കിൽ പോയിട്ട് കാർഡ് ഉപയോഗിച്ചിട്ട് പുള്ളിക്ക് ലോൺ എടുക്കാം, റീപേയ്മെൻറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. ആ ഫെസിലിറ്റീസ് മുഴുവൻ അതിലുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റലിൻ്റെ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കസ്റ്റമർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ടൈം ആ ഗോൾഡ് ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടുന്ന് വേണമെങ്കിൽ പുള്ളിക്ക് ലോൺ എടുക്കാം, എമൗണ്ട് അടച്ചു വെക്കാം. സാധാരണ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ പുള്ളിക്ക് യൂസ് ചെയ്യാം. ഈ സ്വർണ്ണ വായ്പയുടെ നോമിനേഷനായിട്ട് ബന്ധപ്പെട്ടും RBI അടുത്തിടെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? നമ്മുടെ ഗോൾഡ് ലോണിൻ്റെ കാര്യത്തിൽ ഇല്ലെങ്കിൽ ജനറലി ഏത് ലോണിൻ്റെ കാര്യത്തിലാണെങ്കിലും സാധാരണഗതിയിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി, ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന സാധനം എപ്പോഴും അവരുടെ ലീഗൽ ഹയർസമിലാണ് വരിക. ലയബിലിറ്റി പ്രോഡക്ട്സ് പോലെയല്ല. എന്ന് പറഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് പോലെയല്ല. അവിടെയൊക്കെ നോമിനേഷൻ കൃത്യമായിട്ടുണ്ടാവും. ആ നോമിനിയാണ് തീരുമാനിക്കുക ആർക്ക് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ അസറ്റ് പ്രോഡക്ട്സിൽ ഡയറക്റ്റായിട്ട് ആരാണോ ലീഗൽ ഹയർസ്, ആ ലീഗൽ ഹയർസമിലാണ് റെസ്പോൺസിബിലിറ്റി വരിക. നോർമലി അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അതുപോലെ സ്വർണ്ണ വായ്പയുടെ കാര്യത്തിൽ ഈ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ സാർ മുമ്പേ പറഞ്ഞ പോലെ ബാങ്കുകൾ അല്ലെങ്കിൽ സ്വർണ്ണ വായ്പാ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ളവർ അവരുടെ ലെൻഡിങ് പ്രോസസ്സ് ഈസിയാക്കാനും RBI കുറച്ച് മാറ്റങ്ങൾ ഈ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്യുമെൻറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാസ്റ്റർ ഗൈഡ് ലൈൻസ്, ഇത് കഴിഞ്ഞ കൊല്ലം വന്ന ഒരു ഗൈഡ് ലൈൻസിൽ ശരിക്കും പറഞ്ഞ ഒരു ബൈബിൾ പോലെയാണ്. അത് എൻറ്റയർലി എന്തൊക്കെ ചെയ്യണം, അണ്ടർ പ്രോസസ്സ്, പ്രൊസീജിയേഴ്സ്, ഡോക്യുമെൻറ്റേഷൻ, എല്ലാ ഏരിയയിലും ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നേക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിന് ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം അതിലുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ തുടക്കം ലോൺ കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ബാങ്ക്സ് എന്തൊക്കെ ഡ്യൂ ഡെലിജൻസ് ക്യാരി ചെയ്യണം, നമ്മൾ കസ്റ്റമേഴ്സിന് എന്തൊക്കെ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യണം, ആ ഡീറ്റെയിൽസ് വരെ അവർ അതിൽ കളക്ട് ചെയ്യാൻ എന്തൊക്കെ വേണമെന്നുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താണ് പറയുക, നമ്മൾ ഇവർ കസ്റ്റമർ തരണ ഗോൾഡിൻ്റെ ഈവൻ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് ആ ഡീറ്റെയിൽസ് കസ്റ്റമറിന് കൊടുക്കണം. കസ്റ്റമറിൻ്റെ കയ്യിൽ വെക്കാൻ പറ്റും. പുള്ളിക്ക് അറിയാം ഫ്യൂച്ചറിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത് ക്യാപ്ചർ ചെയ്ത് ഈ ഡീറ്റെയിൽസ് മുഴുവൻ കസ്റ്റമറിന് കൊടുക്കാം, അലോങ് വിത്ത് ഡോക്യുമെൻറ്റേഷൻ. പിന്നെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ, സൈനിങ് ഓഫ്, ബാക്കി എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്തായിരുന്നു, എത്ര പീരീഡ് കൊണ്ട് അടയ്ക്കണം, ഈ ഡീറ്റെയിൽസ് ആരെ കോൺടാക്ട് ചെയ്യണം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് മുഴുവൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി അതുമ്പോൾ സൈൻ ചെയ്തിട്ട് വേണം ബിറ്റ്വീൻ ദ ബാങ്ക് ആൻഡ് ദ കസ്റ്റമർ സൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു കസ്റ്റമറിന് ഒരു ലോൺ കൊടുക്കുക. അത്രയും ട്രാൻസ്പെറൻസി കൊണ്ടുവരാം, ഇൻക്ലൂഡിങ് ഓപ്ഷൻ പ്രോസസ്സ്. സബ്സിക്വൻ്റ്ലി കസ്റ്റമർ പൈസ അടച്ചില്ല, എന്തൊക്കെ പ്രോസസ്സ് ബാങ്കിന് ഫോളോ ചെയ്യാൻ പറ്റും, കസ്റ്റമറിനെ എങ്ങനെ അറിയിക്കണം, എത്ര സമയം കൊടുക്കണം,
സബ്സിക്വൻ്റ്ലി നമ്മൾ ഓപ്ഷന് പോകുകയാണെങ്കിൽ എത്ര ശതമാനത്തിന് താഴെ പോകാൻ പാടില്ല, 90% താഴെ പോകാൻ പാടില്ല. ആക്ച്വലി 90% ആണ് ഫസ്റ്റ് ഓപ്ഷൻ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ താഴെ പോകാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രൈസിൽ വിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ആ പ്രൈസിൽ നമുക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ അടുത്ത പ്രോസസ്സ് പോകാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല അവർ പറയണത്. ഓപ്ഷൻ നടത്തുന്നത് എവിടെയാണ്? നമ്മുടെ ബ്രാഞ്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം ഓപ്ഷൻ നടത്തുക. ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് RBI കസ്റ്റമറെ നേരത്തെ അറിയിക്കേണ്ടതില്ലേ? ഇതൊക്കെ അറിയിക്കണം. കസ്റ്റമറിനെ അറിയിച്ച് അവരുടെ എന്നിട്ടും ആ പീരീഡിനുള്ള ആൾക്കാർ വന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അത്രയും ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് RBIയുടെ ഉദ്ദേശം ഉണ്ടായിരിക്കുന്നതിൽ. സാധാരണ ഈ സ്വർണ്ണ വായ്പ വെക്കുന്നത് സ്വർണ്ണാഭരണങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല സ്വർണ്ണവില ഇനി പഴയ നിലയിലേക്ക് പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാരുടെ ആഭരണം വാങ്ങുന്ന ആ രീതി, ആ ബൈയിങ് പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ട്. വലിയ വലിയ ആഭരണങ്ങൾ ആരും വാങ്ങുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള കാലത്ത് പണയം വയ്ക്കാൻ വരുന്നത് ചെറിയ ചെറിയ ആഭരണങ്ങളായിരിക്കും. പക്ഷേ അത് സ്വർണ്ണ വായ്പയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എന്ന് തന്നെയല്ല, അതിന് പകരം നമുക്കിപ്പോൾ ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ബാർ, അതല്ലെങ്കിൽ ഡിജിറ്റൽ സ്വർണ്ണമുണ്ട്. ഇപ്പം ഡിജിറ്റൽ സ്വർണ്ണമുണ്ട്. അതുപോലെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ETF-ലോ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഈ സ്വർണ്ണ വായ്പാ രംഗത്ത് വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്തായിരിക്കും? ഇത്തരം പേപ്പർലെസ് സ്വർണ്ണത്തിന് ഇമ്പോർട്ടൻസ് കൂടുവോ? സ്വർണ്ണ വായ്പയ്ക്ക് ഇമ്പോർട്ടൻസ് കൂടുവോ? ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നത് അടുത്തൊരു 5-8 കൊല്ലത്തേക്ക് ഗോൾഡ് ലോണിന്, ഫിസിക്കൽ ഗോൾഡ് ലോണിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും സ്റ്റോക്ക് ഓഫ് ഗോൾഡ് നമ്മുടെ ഒരു കൺട്രി നോക്കിയാൽ തന്നെ അത്രയും സ്റ്റോക്ക് ഓഫ് ഗോൾഡ് അവൈലബിൾ ആണ്. ഈവൻ ദോ എല്ലാവരും ഇപ്പോൾ ചെറിയ ചെറിയ ഗോൾഡ് കോയിൻസും ഓർണമെൻറ്റ്സും കോയിൻസാണ് അധികം ഉപയോഗിക്കണമെങ്കിൽ പോലും എല്ലാവരുടെയും സേഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗോൾഡ് ഇപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു അടുത്ത 5-8 കൊല്ലത്തേക്ക് ഗോൾഡ് ആസ് എ ഫിസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോവും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും ഇതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ആൾക്കാർ ഇപ്പോൾ ഓപ്ഷൻസ് ലൈക്ക് ETF-ഓ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി പുതിയ ജനറേഷൻ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗോൾഡ്, വലിയ ഗോൾഡിൽ നിന്ന് ചെറിയ ഗോൾഡ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡ്യൂ ഡിലിജൻസ് പ്രോസസ്സ് തന്നെ ഇമ്പാക്റ്റ് ചെയ്യാണ്. നമുക്ക് മുമ്പ് ചെയ്യേണ്ട ഒരു പ്രോസസ്സിൽ നിന്ന് ഇപ്പോൾ സ്കിൽ സെറ്റ്സ് തന്നെ വ്യത്യാസം വരും. നമ്മളൊരു ബ്രാഞ്ചിൽ ഇരിക്കുമ്പോൾ ഒരു സ്മോൾ ഗോൾഡ് ഓർണമെൻറ്റ് വന്നു കഴിഞ്ഞാൽ റിസ്ക് കുറച്ചുകൂടി കൂടുതലാണ്. നമുക്കറിയില്ല ഇതിൻ്റെ ഗോൾഡ് എത്ര, അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അതിന് കുറേ ടെക്നോളജിയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ AI പറ്റി സംസാരിക്കുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കാണുന്നത് ഈ AI തന്നെ പലപ്പോഴും ഈ ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ തന്നെ ചില മോഡൽസൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ആ മോഡൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തരത്തിലൊരു ഗോൾഡ് ആണെങ്കിൽ വെതർ അതിലൊരു എന്തെങ്കിലും ആ ഗോൾഡിൽ വല്ല പ്രോബ്ലം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അസസ് ചെയ്യാൻ പറ്റുന്ന ചില സ്കോറിംഗ് മോഡൽസ് വന്നു തുടങ്ങി. അത്ര യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എല്ലാവരും. പക്ഷേ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. ഒരു ഗോൾഡ് ഫ്രോഡ് ആണോ അല്ലയോ എന്നുള്ളത് ഒരു കൃത്യമായിട്ട് സ്കോറൊക്കെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സ്മോൾ ഓർണമെൻറ്റ്സ് വന്നാൽ പോലും അസസ് ചെയ്യാൻ, സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു മെക്കാനിസംസ് വേറെ വരും. അതൊരു വൺ സൈഡ് ഫിസിക്കൽ ഗോൾഡ്. മറ്റത് ഓവർ എ പീരീഡ് ഓഫ് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ ഗോൾഡിലും ഒക്കെ കൂടി വരുമ്പോൾ അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ടുള്ള ലോൺസും കൂടി വരും. ഇപ്പോൾ ആസ് ഓഫ് നൗ അത്രയധികം കണ്ടിട്ടില്ല. ഷെയറിന് എഗൻസ്റ്റ് കൊടുക്കുന്ന ഈ ലോൺസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സോ എഗൻസ്റ്റ് ലോൺ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡിന് എഗൻസ്റ്റും ഈ ഡിജിറ്റൽ ഗോൾഡിന് എഗൻസ്റ്റും നമുക്ക് ലോൺ കൊടുക്കാം. സർ, അതുപോലെ ഈ സ്വർണ്ണ വായ്പ പലപ്പോഴും അസംഘടിതമായിട്ടുള്ള ഒരു മേഖലയിലാണ്. ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്, സ്വർണ്ണ വായ്പ സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതല്ലാതെ ഒരുപാട് സ്വർണ്ണ പണയ സ്ഥാപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണം പണയം വെക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് എന്താണ്? ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വർണ്ണ വായ്പ എടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ബാങ്കിൽ നിന്നോ ഇല്ലെങ്കിൽ NBFC എന്നോ ഇല്ലെങ്കിൽ RBIയുടെ ഡയറക്റ്റ് അംബ്രലയുടെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഗോൾഡ് ലോൺ എടുത്തു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് 1-2 ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്തായാലും ഇപ്പോൾ നമ്മൾ മണി ലെൻഡേഴ്സിന് എടുക്കുന്നതിനേക്കാളും എന്തായാലും ഓട്ടോമാറ്റിക്കലി റേറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. രണ്ടാമത് നമുക്കൊരു എന്താണ് ഡിപ്പെൻഡൻസി, ഒരു വിശ്വാസ്യത വളരെയധികം കൂടും. കാരണം ഈ ബാങ്ക്സ് ഒന്നും ഈ ഗോൾഡ് വിൽക്കാൻ വേണ്ടിയല്ല വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയും കസ്റ്റമറിന് തിരിച്ച് ഗോൾഡ് കൊടുക്കുക, ഓപ്ഷൻസ് ആസ് മിനിമം ആസ് പോസിബിൾ. ഞങ്ങളൊക്കെ പലപ്പോഴും ദ പെർസെൻറ്റേജ് ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. എങ്ങനെയും കസ്റ്റമറിനെ വിളിച്ച് തിരിച്ച് അവരെ കൊണ്ട് ഇൻട്രസ്റ്റ് അടപ്പിച്ച് റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കണ ഒരു ആവശ്യം. കാരണം മറ്റ് വളരെ എളുപ്പമാണ്. നമുക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടുന്ന സിനോറിയയിൽ നമുക്ക് പൈസ കിട്ടും. പക്ഷെ അതെല്ലാം നമ്മൾ നോക്കുന്നത് എങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സ്, വൺസ് എ കസ്റ്റമർ ഓൾവേസ് എ കസ്റ്റമർ ഫോർ ലൈഫ് എന്നുള്ളതാണ് നമ്മളെപ്പോഴും കാണുന്ന ഒരു ബാങ്കേഴ്സൊക്കെ കാണുന്ന ഒരു തോട്ട് പ്രോസസ്സ് മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക്സ് വഴി ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് അതാണ്. എന്താണ് പറയുക, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. എല്ലാവരും എവിടെ പോയി കഴിഞ്ഞാൽ ഒരു യൂണിഫോമിറ്റി കിട്ടും. റേറ്റ്സ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കും. ഒരു ഡിപ്പെൻഡൻസി കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് നമുക്ക് പണയം വെക്കാവുന്നത്, എന്തൊക്കെയാണ് പണയം വെക്കാൻ പറ്റാത്തത്? അത് ഇപ്രാവശ്യം വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ RBI ഗൈഡ് ലൈനിൽ, വീണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഗൈഡ് ലൈനിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ഓർണമെൻറ്റ്സ് എല്ലാവർക്കും അറിയാം, ഗോൾഡ് ഓർണമെൻറ്റ്സ് പറ്റും. പിന്നെ അടുത്ത വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് യൂട്ടൻസിൽസ്. ഫോർ എക്സാമ്പിൾ വാച്ച്, പലർക്കും ഉണ്ട് ഈ ഗോൾഡ് കൊണ്ടുള്ള വാച്ചുകളൊക്കെ ഉണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാം, പ്ലെഡ്ജ് ചെയ്ത് ലോൺ എടുക്കാം. പക്ഷേ എടുക്കാൻ പറ്റാത്തൊരു സാധനം ഉള്ളത് ബുള്ളിയൻ. നമ്മുടെ വലിയ ബാറുകൾ നമുക്ക് ലോൺ, അതിൻ്റെ അഗൻസ്റ്റായിട്ട് ലോൺ ബാങ്കിന് കൊടുക്കാൻ പറ്റില്ല. കോയിൻസ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കോയിൻസ് മെയ്ഡ് ഫ്രം ദ ബാങ്ക്. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ഗോൾഡ് കോയിൻസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പുതിയ ഗൈഡ് ലൈൻസ് വന്നു കഴിഞ്ഞാൽ, ബാക്കി NBFCസോ അവർ ഇറക്കണ ഗോൾഡ് കോയിൻസും നമുക്ക് കൊടുക്കാം. ആ ഒരു ചേഞ്ചാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതിൻ്റെ LTV എങ്ങനെ വരും? അതിൻ്റെ LTV ഒന്നും ഒരു വ്യത്യാസമില്ല, സിമിലർ, സെയിം ആണ്. ഓക്കെ. പിന്നെ ഈ സ്വർണം പോലെ തന്നെ നമുക്കിപ്പം വെള്ളിയും പണയം വയ്ക്കാനാവുമെന്ന് പറയുന്നുണ്ട്. അത് ബാങ്കുകളൊക്കെ അത് തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഈ മാസ്റ്റർ ഗൈഡ് ലൈൻസ്, RBIയുടെ മാസ്റ്റർ ഗൈഡ് ലൈൻസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സിൽവറിന് അഗൻസ്റ്റായിട്ടും കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അത് എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്, സിൽവറിൻ്റെ ചാലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൈസ് ഓഫ് സിൽവറാണ്. അത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ലോൺ എമൗണ്ട് വളരെ കുറവേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വലിയ എമൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഓഫ് സിൽവർ അത്ര അധികം വേണ്ടി വരും. ഇത് എവിടെ നമുക്ക് വെക്കാൻ പറ്റും? ഇതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് കാരണം കൊണ്ടാണ് ആയിരിക്കണം മോസ്റ്റ് പ്രോബ്ലി ബാങ്ക്സോ അല്ലെങ്കിൽ NBFCs ഇതുവരെയും പോവാത്തതിൽ, വെഞ്ചർ ചെയ്യാത്ത. പക്ഷേ എനിക്ക് തോന്നുന്നു ഓവർ പീരീഡ് ഓഫ് ടൈം എന്തെങ്കിലും ഒരു പുതിയ ഐഡിയാസൊക്കെ വരികയാണെങ്കിൽ സിൽവറും കൂടി ഒരു ഓപ്ഷനായിട്ട് വരാം. ഈ പറഞ്ഞ പോലെ ഇത്രയും സിൽവർ കൊണ്ടുവയ്ക്കാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല. അതാണ് ബുദ്ധിമുട്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആരും അതിൽ ഒരു വെഞ്ചർ ചെയ്യാത്തത്. 2026 സ്വർണ്ണവിലയുടെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും? സാറിന് എന്താ അഭിപ്രായം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വർണത്തിൻ്റെ പ്രൈസ് കഴിഞ്ഞ ഒരു കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ 60%, 60% ഓവറോൾ ഗ്രോത്ത് വന്നേക്കുന്നത്. ഇനി അത്ര വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സൊക്കെ ജനറലി പറഞ്ഞൊരു വ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു കൊല്ലം പ്രൈസ് ഓഫ് ഗോൾഡ് കൂടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, പല പ്രശ്നങ്ങളാണ് വേൾഡിൽ മാർക്കറ്റിൽ നടക്കുന്നത്. ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി കൂടുമ്പോഴും പിന്നെ ഡോളറിന് ഓവറോൾ വീക്ക്നെസ് കൂടുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പോൾ അതിൽ വൺ ഓഫ് ദം ഇസ് ഗോൾഡ്. എല്ലാവർക്കും സേഫ് ആയിട്ട് തോന്നുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഗോൾഡാണ്. റിസർവ് ബാങ്ക് പോലെ തന്നെ ബാക്കിയുള്ള സെൻട്രൽ ബാങ്ക്സ്, ഇഷ്ടംപോലെ സെൻട്രൽ ബാങ്ക്സ് കഴിഞ്ഞ 1-2 കൊല്ലത്തിൽ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് കമ്പയർ ടു ഡോളേഴ്സ്. പണ്ട് ഡോളേഴ്സ് ഉണ്ടായിരുന്നതിൽ ഒരു ലാർജ് പെർസെൻറ്റേജ് ഇപ്പോൾ ഗോൾഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു റീസൺ കൊണ്ട് ഡിമാൻഡ് ഫോർ ഗോൾഡ് കൂടുകയാണ്. അതുകൊണ്ട് പ്രൈസ് കുറയാൻ ഒരു ചാൻസും കാണുന്നില്ല അടുത്തൊരു കൊല്ലത്തിലെന്നാണ് ഇപ്പോൾ എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ബാങ്കുകളിൽ ഇനി കൂടുതലായിട്ട് സ്വർണം പണയം വെക്കാൻ വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് വിശ്വാസം. അപ്പോൾ സാർ, താങ്ക് യു. സ്വർണത്തെക്കുറിച്ച് ഇത്രയും വിലയേറിയ വിവരങ്ങൾ പറഞ്ഞു തന്നതിന്. കാര്യം ഒരുപാട് സ്വർണം ആഭരണമായിട്ടും നിക്ഷേപമായിട്ടും കരുതുന്നവർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ആശങ്കയിലാണ്. ഇത്രയും കൃത്യമായിട്ടും വ്യക്തമായിട്ടും വിവരങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക്സ് സർ. താങ്ക് യു വെരി മച്ച്.